ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കല്യാണിയോടും മേഘനയോടും നിഷയുടെ അമ്മ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിലാസിനെ ചൂടായിക്കൊണ്ടിരിക്കുക പറയാണ്, നീയൊക്കെ ഇവിടെ വന്നത് ഇങ്ങേറെ സ്വത്ത് മോഹിച്ചാ എന്നെനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയുമ്പോൾ കല്യാണിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കല്യാണി പറയുന്നുണ്ട്, സ്വത്തിനാണെങ്കിൽ കോടതിയിൽ പോയാൽ മതി, ഈ ചോദ്യം പറിച്ചിലൊന്നും ഉണ്ടാവില്ല, മക്കൾക്ക് തുല്യ അവകാശമാണ്, നേരെ പകുതി അവർക്ക് കിട്ടും എന്നൊക്കെ പറയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ വിലാസിനെ ഒന്ന് ഞെട്ടുന്നുണ്ട്. അത് കഴിയുമ്പോൾ പറയുവാണ് വിലാസിനെ, നിന്നെ കാണുന്ന പോലും എൻ്റെ മോൾ അപശകനമായിട്ടാണ് കാണുന്നത്, ഒന്ന് പൊക്കൂടെ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് കയറി പോവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ചന്ദ്രശേഖരനും പറയുന്നുണ്ട്, മോളെ നീ പൊയ്ക്കോ, എന്തിനാ നീ ഇവിടെ നിൽക്കുന്ന ആർക്കും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, അവൾക്ക് കുറച്ച് സ്നേഹം മാത്രം മതി അച്ഛാ, അത് മാത്രം അച്ഛന് പറ്റുമെങ്കിൽ കൊടുക്കുക, അവളുടെ കുഞ്ഞ് നന്നായിട്ട് വളരും, അവൾക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല, അവൾക്ക് അത് ആവശ്യത്തിനുള്ള എല്ലാം എൻ്റെ വീട്ടിലുണ്ട്, അത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തിനാ അച്ഛൻ ഇത്ര ദേഷ്യം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ദേഷ്യമൊന്നുമില്ല മോളെ, പക്ഷെ നല്ലൊരു കല്യാണം ഉറപ്പിച്ചല്ലായിരുന്നോ, എന്തിനാണ് അതൊക്കെ ഇട്ട് നാണം കെടുത്തിട്ട് പോയത്, അത് ആ ഒരു ദേഷ്യവും വിഷമവും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചന്ദ്രശേഖരൻ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും മേഘന പറയുന്നുണ്ട്, എന്തെങ്കിലും എനിക്ക് കല്യാണം ഒന്ന് കാണണമെന്നുണ്ടെന്ന് പറയുമ്പം നമ്മുടെ കല്യാണി പറയുകയാണ്, അതിനെന്താ കുഴപ്പം, നമ്മൾ വന്നാണെങ്കിൽ നമ്മൾ എന്തായാലും കല്യാണം കണ്ടിട്ടേ പോവുള്ളൂ എന്ന് പറയുകയാണ്. ആ സമയത്ത് രാഹുൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇവനിനി ഇത് എങ്ങനെയാണോ സെറ്റാക്കാൻ പോണേ എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രശേഖരൻ അങ്ങ് വരുവാണ് കേട്ടോ. എന്നിട്ട് ചന്ദ്രശേഖരൻ പറയാം, അമ്മയും മോളും കൂടെ ദേഷ്യപ്പെട്ട് എൻ്റെ മൂത്ത മോളെ പറഞ്ഞു വിട്ടു എന്ന് പറയുമ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട്, എന്താ പെങ്കൊച്ചിന് ശരിക്കും കുഴപ്പമെന്ന് പറയുമ്പോൾ, ഒളിച്ചോടി പോയതാടോ, ആ ചെറുക്കൻ നല്ലതായിരുന്നു, പക്ഷെ സാമ്പത്തികമില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട്, സാമ്പത്തികമൊന്നും നോക്കണ്ടോ, നല്ല മരുമക്കളെ കിട്ടുന്നതന്നെയായിരുന്നു ഭാഗ്യം, നിങ്ങൾക്കൊന്ന് സഹായിച്ചാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ചന്ദ്രശേഖരൻ ചോദിക്കുന്നുണ്ട്, തൻ്റെ മരുമോൻ എന്ത് ചെയ്യും, ഒന്നും പറഞ്ഞില്ലല്ലോ, ഇവർ തമ്മിൽ അറിയോ റോഹനൊക്കെ ആയിട്ടെന്ന് ചോദിക്കുമ്പോൾ, അവരറിയും, അവർ US-ലല്ലേ, അറിയാണ്ടിരിക്കുമോ മലയാളികളൊക്കെ എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ അയാൾ പറയുകയാണ്, എന്നാൽ ശരി ഞാനങ്ങ് ചെല്ലട്ടെ, താനിവിടെ ഇരിക്കുക, കല്യാണത്തിന് ആ സമയമാകുമ്പോഴേക്കും കയറി വാന്ന് പറയുകയാണ്. ആ സമയത്ത് രാഹുൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എല്ലാം കൂടി എന്നെ വട്ടനാക്കി, ഇനി വട്ടാവാൻ പോകുന്ന ഇയാൾക്കായിരിക്കുമല്ലോ ദൈവമേ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് മണ്ഡപമൊക്കെ റെഡിയായി കല്യാണത്തിന് എല്ലാവരും നിൽക്കുവാണ്. കല്യാണി മേഘനയും കൂടെ തലയിൽ സാരിയൊക്കെ ഇട്ട് ഒരു സൈഡിൽ ഒളിഞ്ഞു വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഇത് നമ്മുടെ രാഹുൽ കാണുന്നുണ്ട്. ആ സമയത്ത് സനൽ രാഹുലിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് പറയാണ്, ഇപ്പം മനോഹർ അങ്ങ് വരും, പക്ഷേ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തലയൊക്കെ മറിച്ച് മുല്ലപ്പൂവൊക്കെ വെച്ചായിരിക്കും വരുന്നത്, അവനത് മനസ്സിലാവുകയില്ല, എന്തേലും പറഞ്ഞ് ഒന്ന് സെറ്റാക്കാൻ പറയുക. അപ്പോൾ ചന്ദ്രശേഖരനോട് രാഹുൽ പറയുന്നുണ്ട്, അവൻ്റെ അച്ഛനൊക്കെ നോർത്ത് ഇന്ത്യൻ ബേസ്ഡാണ്, അതുകൊണ്ട് കല്യാണം അങ്ങനെ വേണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെയാണ് വരുന്നതെന്ന് പറയുമ്പം ചന്ദ്രശേഖരൻ മനോഹറിനെ സ്വീകരിച്ച് മണ്ഡപത്തിൽ ഇരുത്തുവാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മോനെ ഇതൊക്കെ നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ, നമ്മളതനുസരിച്ച് സെറ്റാക്കുമല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നിശ്ചയം വന്ന് മണ്ഡപത്തിലിരിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും താലി എടുത്തു കൊടുക്കുന്ന ചടങ്ങാണ്. അപ്പം മനോഹർ രാഹുലിനോടാണ് പറയുന്നത് കേട്ടോ, അങ്കിൾ താലി എടുത്ത് എന്ന് പറയുമ്പോൾ താലിയൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്, കല്യാണമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ മാറി നിന്ന് അവർ രണ്ടും കാണുന്നുമുണ്ട്. അത് കഴിഞ്ഞ് പരസ്പരം മാല മാറുവും സിന്ദൂരം തൊടുന്നൊക്കെ കാണുമ്പോൾ മേഘനയ്ക്ക് ഒരുപാട് സന്തോഷമൊക്കെ ആവുകയാണ്, കണ്ണൊക്കെ നിറഞ്ഞ് പുള്ളിക്കാരി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്, നല്ലൊരു ജീവിതം കിട്ടണേ എന്നൊക്കെ. ആ സമയത്ത് മേഘനയുടെ അമ്മ, രണ്ടാനമ്മ വിലാസിനെ ഇതൊക്കെ കാണുന്നുണ്ട്, മേഘന നോക്കി വയ്ക്കുന്നത്, അത് കണ്ടിങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മേഘന പറയുന്നുണ്ട്, നമുക്ക് പോവാം എന്ന് പറയുമ്പം കല്യാണി പറയുന്നുണ്ട്, നേരെ കല്യാണം കാണുന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ രണ്ടും കൂടെ ഇറങ്ങുവാണ്. ഇറങ്ങി താഴെ എത്തുമ്പോൾ മേഘന പറയുന്നുണ്ട്, എനിക്ക് ഒരാഗ്രഹം കൂടെ ഉണ്ട്, എനിക്ക് ആ ചെറുക്കൻ്റെ മുഖം ഒന്ന് കാണാൻ പറ്റില്ലല്ലോ, ഞാൻ അവളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചായിരുന്നു, ആരും ഫോട്ടോ അയച്ചു തന്നില്ല, ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കല്യാണി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വയ്ക്കും, കല്യാണം മാത്രം കാണണമെന്നല്ലേ പറഞ്ഞേ, പിന്നെ നിഷ പറഞ്ഞ് എല്ലാവരെയും വിലക്കിയിട്ടുണ്ടായിരിക്കും, അതായിരിക്കും ആരും ഫോട്ടോ ഒന്നും അയക്കാത്തത്, എന്തായാലും നോക്കാം എന്നുള്ള രീതിയിൽ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മേഘനയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രാഹുൽ പയ്യെ പുറകെ വന്നിങ്ങനെ ഒളിഞ്ഞു നോക്കും കേട്ടോ. ഇവർ പോയില്ലേ, ഇവരെന്താ സംസാരിക്കുന്നത്, ഇവരിനി എന്താ കാണിക്കാൻ പോകുന്നതെന്നൊക്കെ നോക്കിക്കൊണ്ട് രാഹുൽ അവിടെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.